ഹായ്, നമസ്കാരം. ഇന്നത്തെ ഫിനാൻഷ്യൽ ടിപ്സിൽ നമ്മൾ ഹൗസിംഗ് ലോൺ എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. പല ആളുകളും വളരെ ആഗ്രഹിച്ച് ഒരു വീട് വെച്ച് അവസാനം ലോൺ തീർക്കാൻ വേണ്ടി വീട് വെക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട്. പ്ലാനിങ് ഇല്ലാതെ നമ്മൾ ലോണിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അവസ്ഥകൾ ധാരാളം നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പെട്ടെന്നൊരു ദിവസത്തെ തീരുമാനമായിരിക്കരുത് ഒരു വീട് വെക്കുക എന്നുള്ളത്. 2-3 വർഷം മുമ്പുള്ള ഒരു പ്രീ പ്ലാനിങ്ങിൽ വേണം നമ്മൾ വീട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ട്. 25% എമൗണ്ട് എങ്കിലും നമ്മളുടെ സ്വന്തം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ വേണം. രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ സിബിൽ സ്കോർ, ഏറ്റവും നല്ലൊരു സിബിൽ സ്കോർ നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മളുടെ സിബിൽ സ്കോർ മോശമായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസം വരും. അടുത്തൊരു കാര്യം നമ്മളുടെ റീപേയ്മെൻ്റ് ആണ്. അതായത് റീപേയ്മെൻറ്റ് കാലാവധി നമ്മൾ എമൗണ്ട് കുറയാൻ വേണ്ടി നമ്മൾ 25 വർഷം 30 വർഷം ഇതേപോലെയുള്ള കാലാവധികൾ നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ 20 വർഷത്തെ കാലാവധി എടുത്താൽ പോലും നമ്മൾ എടുക്കുന്ന തുകയുടെ 3 ഇരട്ടി തുക നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു കാലാവധി എന്ന് പറയുന്നത് എപ്പോഴും 10 തൊട്ട് 15 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ലോൺ അടച്ചു തീർക്കുന്നതായിരുന്നു ഏറ്റവും നല്ല ഒരു കാലാവധി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ വീട് വയ്ക്കാൻ പോകുന്ന ഒരാൾ നിർബന്ധമായിട്ടും ഒരു ഇൻഷുറൻസ് നമ്മൾ എടുത്തിരിക്കണം. കാരണം ഈ റീപേയ്മെൻറ്റ് കാലാവധിക്കുള്ളിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ നമുക്ക് വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് ഒരു ഇൻഷുറൻസ് കവറേജ് മസ്റ്റായിട്ട് വേണം. അതേപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് നമ്മൾ 3-4 ബാങ്കുകളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഒരു ബാങ്കിനെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ആണോ ഫ്ലോട്ടിംഗ് ആണോ, അതേപോലെ തന്നെ കാലാവധിക്ക് മുന്നേ നമ്മൾ അടച്ചു തീർക്കുമ്പോൾ എത്ര രൂപ നമുക്ക് പെനാൽറ്റി വരും എന്നീ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ലോണിലേക്കായിട്ട് പോവാൻ പാടുകയുള്ളൂ. അതേപോലെ തന്നെ പല ബാങ്കുകളും നമ്മളറിയാത്ത ഒരുപാട് ചാർജസ് നമ്മളുടെ ലോണുകളിൽ വരാറുണ്ട്. അപ്പോൾ ഇത്തരം ചാർജുകളെ പറ്റി നമ്മൾ മുൻകൂട്ടിയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ലോണിലേക്ക് പോവുക. അതേപോലെ തന്നെ നമ്മളുടെ പ്രോപ്പർട്ടിയുടെ പിന്നെ ആധാരം, ടൈറ്റിൽ ഡീഡ്, ഈ പറഞ്ഞ കാര്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ, അതായത് നമ്മൾ ഇന്ന് കെട്ടുന്ന ഒരു വീട് കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അത് ഡിപ്രീസിയേഷൻ വരുന്ന ഒരു അസറ്റാണ് വീട്. അപ്പം അതുകൊണ്ട് നമ്മൾ ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്നീ കാര്യങ്ങളും കൂടെ പരിഗണിച്ചുകൊണ്ട് എപ്പോഴും വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ആഗ്രഹിച്ചൊരു വീട് വെച്ച് അതിൻ്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ സമാധാനമില്ലാതായി പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. അതുകൊണ്ട് ഒരു വീട് വെക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ വളരെയധികം പ്രീ പ്ലാൻ നടത്തി കഴിഞ്ഞ ശേഷം വീട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല. താങ്ക് യു. നമുക്ക് അടുത്ത് വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.